നമസ്കാരം. ഈ ഇരവാദത്തിനൊരു സമാന സ്വഭാവം എപ്പോഴും നമ്മുടെ ഭാരതത്തിൽ പ്രത്യേകിച്ച് കാണപ്പെടാറുണ്ട്. എന്താണ് ഈ ഇരവാദത്തിനെക്കുറിച്ച് ഇപ്പോൾ പറയുവാനുള്ള കാരണമെന്ന് ചോദിച്ചാൽ AR റഹ്മാൻ തന്നെയാണ്. സംഗീതജ്ഞനായ AR റഹ്മാൻ സമീപത്തിൽ BBC ഏഷ്യ നെറ്റ്വർക്കിന് നൽകിയൊരു അഭിമുഖം വൻ വിവാദമായിരുന്നു. കുറിച്ച് അദ്ദേഹം പറഞ്ഞ അഭിപ്രായങ്ങളെക്കുറിച്ച് വിമർശനങ്ങൾ, നിശിതമായ വിമർശനങ്ങളെന്ന് തന്നെ പറയാം, വിവിധ കോണുകളിൽ നിന്ന് വരുന്നതിനെ തുടർന്ന് അദ്ദേഹം ഇപ്പോൾ വിശദീകരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഞാൻ പ്രധാനമന്ത്രിയുമൊത്ത് വേദി പങ്കിട്ടിട്ടുണ്ട്, ഞാൻ മതേതരനാണ്, എന്നെ എല്ലാവരും വിശ്വസിക്കണം എന്നുള്ള തരത്തിൽ ഉള്ള വിശദീകരണവുമായി. എന്നാലും ആ ഇരവാദം ഇപ്പോഴും നിലനിൽക്കുന്നു. അപ്പോൾ ഇരവാദത്തിനൊരു സമാന സ്വഭാവമുള്ള ഉദാഹരണങ്ങൾ ഭൂതകാലങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുമെന്ന് പറഞ്ഞു തുടങ്ങിയതിൻ്റെ കാരണം, അല്ലാമ ഇക്ബാൽ എന്നുള്ളൊരു പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമോ? ആ പേര് കേട്ടിട്ടില്ലെങ്കിലും സാരേ ജഹാൻ സേ അച്ഛാ ഹിന്ദു സെ താ ഹമാര എന്ന പ്രസിദ്ധമായ ഗാനം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിൻ്റെ രചയിതാവാണ് ഈ അല്ലാമ ഇക്ബാൽ. അല്ലാമ ഇക്ബാൽ കശ്മീരി പണ്ഡിറ്റ് കുടുംബം ഈ ഗാനം രചിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കുടുംബം ഏതാണ്ട് മതപരിവർത്തനം ചെയ്യപ്പെട്ടിട്ടധിക കാലമായിട്ടില്ല. അപ്പോൾ ആ കാലഘട്ടത്തിലാണ് അദ്ദേഹം സാരേ ജഹാൻ സേ അച്ഛാ ഹിന്ദു സെ താ ഹമാര എന്ന ഗാനം രചിക്കുകയും ഒരു മതനിരപേക്ഷൻ എന്നുള്ള ഒരു ലേബലിൽ, അല്ലെങ്കിൽ ഒരു മുഖംമൂടി അണിഞ്ഞ് എന്ന് പറയുന്നത് തെറ്റാണോ എന്ന് സംശയമുണ്ട്. കാരണം ആ സമയത്ത് അദ്ദേഹം ഒരുപക്ഷെ യഥാർത്ഥ രാജ്യസ്നേഹി തന്നെ ആയിരുന്നിരിക്കാം. കാരണം ഹിന്ദുസ്ഥാൻ എല്ലാം ഒന്നാണ്. ഹിന്ദുസ്ഥാൻ പ്രദേശത്തിലെ എല്ലാ ഹിന്ദുക്കളും മുസ്ലിങ്ങളും എല്ലാം ഹിന്ദുസ്ഥാനികളാണ്. ദേശസ്നേഹികളായി രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യകതകളെക്കുറിച്ച് ഘോരഘോരം പ്രസംഗിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. പതിയെ അദ്ദേഹത്തിൽ ഒരു പരിവർത്തനം സംഭവിക്കുകയും തരാനെ ഹിന്ദി എന്ന് പറഞ്ഞാൽ ഹിന്ദി ഭാഷയെക്കുറിച്ചുള്ള സംഗീതം എന്നല്ല അർത്ഥം. തരാനെ ഹിന്ദി എന്ന് പറഞ്ഞാൽ ഹിന്ദിയെക്കുറിച്ചുള്ള സംഗീതങ്ങൾ, അല്ലെങ്കിൽ നാദവീജികൾ എന്നാണ്, അല്ലെങ്കിൽ ഗാഥകൾ എന്നാണ് തരാനയുടെ അർത്ഥം. ഹിന്ദിയെക്കുറിച്ചുള്ള തരാനെ ഗാഥകളല്ല. ഹിന്ദി എന്നുള്ളത് അറബ് ഭാഷയിൽ ഹിന്ദുസ്ഥാനെ വിശേഷിപ്പിക്കുന്ന, അതായത് ഹിന്ദുസ്ഥാനിൻ്റെ ഗാഥകൾ രചിച്ചിരുന്ന അദ്ദേഹം തരാനെ മിലി എന്നുള്ളത് ഇസ്ലാമിക സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടു. തുടർന്ന് ഇസ്ലാം ലോകം മുഴുവൻ ഭരിക്കും, ലോകം മുഴുവൻ ഇസ്ലാമിൻ്റെ രാജ്യമാണ്, അത് അള്ളാഹു കൽപ്പിച്ച് നൽകിയിട്ടുള്ളൊരവകാശമാണ് മുസ്ലിങ്ങൾക്ക് തുടങ്ങിയ ഒരു തീവ്രമായിട്ടുള്ള ചിന്താഗതികൾ, ആശയധാരകളൊക്കെ അദ്ദേഹം പ്രചരിപ്പിച്ചു തുടങ്ങി. ഒപ്പം തന്നെ മുസ്ലിങ്ങൾക്ക് പ്രത്യേകമായൊരു രാജ്യം ഭാരതത്തിൽ നിന്ന് വേർപെട്ട് വേണം എന്നുള്ളൊരാശയവും അദ്ദേഹം തന്നെ മുന്നോട്ട് വെച്ച് തുടങ്ങി. അത് അല്ലാമ ഇക്ബാലിൻ്റെ കാര്യം. ഇനി റഹ്മാനിലേക്ക് വന്നാൽ, അഥവാ AR റഹ്മാനിലേക്ക് വന്നാൽ അവിടെയും ഈ പരിവർത്തനം നമുക്ക് കാണാം. കാരണം തുടക്കത്തിൽ അദ്ദേഹത്തിൻ്റെ സംഗീതത്തിൽ ശാസ്ത്രീയ സംഗീതത്തിൻ്റെയും ഭാരതീയ ശാസ്ത്രീയ സംഗീതത്തിൻ്റെയും സെമി ക്ലാസിക്കൽ മ്യൂസിക്കിൻ്റെയും ഒക്കെ സ്വാധീനം നമുക്ക് വ്യക്തമായി അറിയുവാനും ആസ്വദിക്കുവാനും സാധിക്കും. പതിയെ അത് സൂഫി സംഗീതത്തിലേക്ക് ഏതാണ്ട് പൂർണ്ണമായി തന്നെ പരിവർത്തനം ചെയ്യപ്പെട്ടു. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളും അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളും. തുടക്കകാലത്ത് ഒരു വിവാദത്തിനും ഒരഭിപ്രായവും അദ്ദേഹം പറഞ്ഞിരുന്നില്ല. വളരെ നിശബ്ദനായി തൻ്റെ ജോലി നോക്കി സംഗീത സംവിധാനം എന്നുള്ള തൻ്റെ തൊഴിൽ ചെയ്ത് സന്തോഷകരമായി ജീവിക്കുന്ന ഒരു വ്യക്തി. ആ വ്യക്തിയെ ഭാരതീയർ ഇരുകൈകളും നീട്ടി സ്വീകരിച്ചു. തമിഴർ മാത്രമല്ല, മുഴുവൻ ഭാരതീയരും തന്നെ AR റഹ്മാനെ ഇരുകൈകളും നീട്ടി സ്വീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ സംഗീതത്തെ ആസ്വദിക്കുകയും ചെയ്തു. പക്ഷേ കാലാന്തരത്തിൽ അദ്ദേഹത്തിൻ്റെ സംഗീതത്തിലുണ്ടായ പരിവർത്തനം പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലും പരിവർത്തനങ്ങളുണ്ടായി. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, അദ്ദേഹത്തിൻ്റെ ഏതാണ്ടൊരു തുടക്കകാലത്ത്, അല്ലെങ്കിൽ ഒരു കരിയർ ഒന്ന് ഉയർന്നു വന്നു തുടങ്ങിയ കാലഘട്ടത്തിലുണ്ടായ ഏറ്റവും പ്രസിദ്ധമായൊരു സിനിമ, അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമയാണ് ബോംബെ. മണിരത്നം സംവിധാനം ചെയ്ത ബോംബെ. ആ ബോംബെ ഒരു മുസ്ലിം യുവതിയെ ഒരു ഹിന്ദു യുവാവ് വിവാഹം കഴിക്കുന്ന പ്രമേയം ആസ്പദമാക്കി പുറത്തിറങ്ങിയൊരു ചിത്രമാണ് ബോംബെ. ആ ചിത്രത്തെ തുടർന്ന് മണിരത്നത്തിൻ്റെ ചെന്നൈയിലെ വീട്ടിൽ ബോംബാക്രമണമുണ്ടായി. അതിൻ്റെ ഉത്തരവാദിത്തം തീവ്ര ഇസ്ലാമിക സംഘടനകൾ ഏറ്റെടുക്കുകയും ചെയ്തു.
ഈ ഒരു സംഭവം ഉണ്ടായ കാലഘട്ടത്തിൽ AR റഹ്മാൻ നിശബ്ദനായിരുന്നു. അന്ന് ഭാരതം ഒരു സുരക്ഷിതമല്ല, ഇതെൻ്റെ ഭാരതമല്ല എന്നുള്ള തുടങ്ങിയ തോന്നലുകളൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടോ എന്നറിയില്ല. ഉണ്ടായിട്ട് അദ്ദേഹം അത് കടിച്ചമർത്തിയതാണോ പുറത്ത് പറയാത്തതാണോ എന്നറിയില്ല. എന്തായാലും അദ്ദേഹം അതിനെക്കുറിച്ച് യാതൊരു വിധ അഭിപ്രായ പ്രകടനങ്ങളും നടത്തിയിട്ടില്ല. മണിരത്നത്തിൻ്റെ വീട്ടിലുണ്ടായ ബോംബാക്രമണത്തെക്കുറിച്ച് മണിരത്നം തലനാരിഴയ്ക്കാണ് ആ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ജോലിക്കാരിക്ക് ഗുരുതരമായ പരിക്കുമേറ്റിരുന്നു. സുഹാസിനിയും മണിരത്നവും തലനാരിഴയ്ക്കാണ് ജീവനോടെ രക്ഷപ്പെട്ടത് ആ ആക്രമണത്തിൽ നിന്നും. ആ ആക്രമണത്തെ കുറിച്ച് AR റഹ്മാൻ അഭിപ്രായ പ്രകടനങ്ങളൊന്നും നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, ഞാൻ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് അന്ന് ഭാരതം ഒരു സുരക്ഷിതമല്ലാത്തൊരു ഭൂമിയായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു തോന്നൽ ഉണ്ടായിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അദ്ദേഹം അത് പ്രകടിപ്പിച്ചിട്ടില്ല, മാധ്യമങ്ങളുടെ മുമ്പിൽ പ്രകടിപ്പിച്ചിട്ടില്ല. പക്ഷേ സമീപകാലത്തായിട്ട് അദ്ദേഹത്തിന് ഭാരതത്തിനോടുള്ള അത്ര മമത പോരാ. ഭാരതം എൻ്റെ പഴയ ഭാരതമല്ല എന്നുള്ളൊരു രീതിയിലുള്ള മനോഭാവമാണ് അദ്ദേഹം വെച്ച് പുലർത്തുന്നത്. അതിനനുബന്ധമായിട്ടാണ് പലരും ഈ BBC-ക്ക് അദ്ദേഹം നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞ വർഗീയവാദം കൊണ്ടാകാം എനിക്ക് ഹിന്ദിയിൽ അവസരങ്ങൾ കുറയുന്നത്, ഹിന്ദി സിനിമകളിലൊരു പവർ ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ട് തുടങ്ങിയ അഭിപ്രായങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെച്ച്. ഒപ്പം തന്നെ ഛാവ പോലുള്ള ഛത്രപതി സംഭാജി മഹാരാജിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിച്ച ഛാവ എന്ന ചിത്രം ഒരു ഡിവൈസീവ് ചിത്രമാണ്, ഒരു വിഘടനവാദപരമായ ചിത്രമാണ്. അതിൻ്റെ സംഗീത സംവിധായകൻ AR റഹ്മാൻ തന്നെയായിരുന്നു. 5 കോടി രൂപ പ്രതിഫലം വാങ്ങി അദ്ദേഹം ചെയ്ത സംഗീത സംവിധാനം നൽകിയ സിനിമയെക്കുറിച്ചാണ് അദ്ദേഹം ഈ അഭിപ്രായം പറയുന്നത്. ഒപ്പം ഒരു മയപ്പെടുത്തൽ പോലെ ധീരതയെക്കുറിച്ചുള്ളൊരു ചിത്രമായിരുന്നു ഛാവ എന്നും അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം ഒരു ഇരവാദത്തിൻ്റെ ഗണത്തിൽപ്പെടുത്തി അദ്ദേഹത്തിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഇന്ന് ഉയരുകയാണ്. അപ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇത്തരത്തിൽ തുടക്കത്തിൽ ഭാരതീയരുടെ മുഴുവൻ സ്നേഹം പിടിച്ചു പറ്റാനായി ഒരു മതേതര മുഖം മൂടി അണിഞ്ഞ് ഞാൻ ശാസ്ത്രീയ സംഗീതത്തെ സ്നേഹിക്കുന്നവനാണ്, അല്ലെങ്കിൽ ഞാൻ സാരേ ജഹാൻ സേ അച്ഛാ ഹിന്ദു സിത്താ ഹമാര രചിച്ചവനാണ് എന്നുള്ളൊരു ഇമേജ് മധ്യത്തിലേക്ക് മുന്നോട്ട് വെച്ച ശേഷം, ഒരു പ്രതിച്ഛായ സൃഷ്ടിച്ച ശേഷം, ഒരു പേരും പ്രശസ്തിയും പണവും എല്ലാം നേടി ഒരു സമൂഹം ശ്രദ്ധിക്കുന്ന ഒരു തലത്തിൽ അല്ലെങ്കിൽ ഒരു സ്ഥാനത്തേക്ക് എത്തപ്പെട്ട ശേഷം ഒരു തനിമുഖം വെളിവാക്കുന്ന ഇത്തരക്കാരെ എന്തുകൊണ്ട് ഭാരതീയ സമൂഹം തിരിച്ചറിയുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് കഴിഞ്ഞ 70-80 വർഷങ്ങളായി, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ തുടങ്ങി ബ്രിട്ടീഷുകാർ ഭാരതം വിട്ടു പോയതിനു ശേഷം ബ്രിട്ടീഷുകാരുടെ അനന്തരാവകാശികൾ എന്ന പോലെ ഭരണത്തിലെത്തിയവർ തുടർന്നു വന്ന ഒരു നയത്തിൻ്റെ പരിണാമമാണ് എന്ന് പറയേണ്ടി വരും. എന്താണ് ആ നയമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മതേതരത്വം ഹിന്ദുവിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടൊരു ബാധ്യതയായി തുടർന്നു കൊണ്ടുപോവുക. ഇത്തരത്തിലുള്ളൊരു മതേതര ബാധ്യത ഹിന്ദുവിൻ്റെ മേൽ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ AR റഹ്മാൻമാർ ഇങ്ങനെ ഒരു ദുഃഖം വെളിപ്പെടുത്തി വിക്ടിം കാർഡ് ഇറക്കി കളിച്ച് ഇരവാദം ഇറക്കി ജിഹാദികളുടെ സ്വപ്നം സാക്ഷാത്കരിക്കുവാനായി പ്രയത്നിച്ചു കൊണ്ടേയിരിക്കും. ഈ മതേതരത്വത്തിൻ്റെ ബാധ്യത ഇറക്കി വയ്ക്കേണ്ട സമയമായോ എന്ന് പ്രേക്ഷകർ ചിന്തിക്കുക. നമസ്കാരം.